ഹായ് ഹലോ എല്ലാവർക്കും ആശസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലെ മുഴപ്പിലങ്ങാട് ശ്രീ കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു മാർച്ച് 7, 8, 9. അപ്പോൾ 8, 9 ഞാൻ പോയായിരുന്നു. അപ്പോൾ ഈ 2 ദിവസത്തെ കൂടിയിട്ടുള്ള ഒറ്റ വീഡിയോ ആട്ടോ ഇട്ടേക്കുന്നത്. ഇച്ചിരി ലെങ്ത്തുണ്ട്, എല്ലാവരും മുഴുവനായിട്ടൊന്നിരുന്ന് കാണണേ. കാരണം ഉത്സവത്തിൻ്റെ പ്രാധാന്യം, ഉത്സവത്തിൻ്റെ വൈബൊക്കെ വീഡിയോൻ്റെ പകുതിക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലാവും എന്താണ് ഈ നാട്ടിലെ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ 8-ാം തീയതി അമ്പലത്തിനുള്ളിലേക്ക് തൊഴുതു. പിന്നെ അന്ന് ഗാനമേളയുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളി ഗാനമേളയായിരുന്നു, കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായി. കുറച്ച് സമയം അതൊക്കെ കണ്ടു. പിന്നെ ഐസ്ക്രീമും ബജിയൊക്കെ വാങ്ങി വീട്ടിലേക്ക് വിട്ടു. അന്നത്തെ ദിവസം അത്രയും നിന്നുള്ളൂ. പിന്നെ 3-ാമത്തെ ദിവസം, അതായത് മാർച്ച് 9 25-നാണ് മെയിൻ ഉത്സവം. ഇതുപോലെ കലശങ്ങളൊക്കെ ഓരോ ഏരിയയിലെ ആൾക്കാർ ഈ കലശം ഇതുപോലെ ആക്കി, നേർച്ച കലശമാക്കി ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്ന അവിടെ എത്തി കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിലെ കലശാട്ടോ, ചെങ്കോട്ട മുക്കിൻ്റെ കലശം എൻ്റെ നാട്ടിലെ കലശമാണ്. ഇതുപോലെ ചെണ്ടകളൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. നമുക്കവിടെ നിന്ന് പോകും, സമയം പോകുന്നത് അറിയില്ല. ഇത്തവണ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നടക്കാൻ പറ്റില്ല. ആ ഒരു ഓളത്തിന് ഇങ്ങനെയാണ് പോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള വീഡിയോസ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. നല്ല തിക്കും തിരക്കുള്ള സ്ഥലത്തൊക്കെ വീഡിയോസ് മിസ്സായി. ആ ഒരു സ്ഥലത്താണ് കൂടുതലായിട്ട് നല്ല ഭംഗിയുള്ള കലശങ്ങളും അതുപോലെ തന്നെ ആ ഒരു ആരവം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ആ ഒരു സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ മിസ്സായിട്ടുണ്ട്. പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു വീഡിയോയിലും ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള ആ ഒരു വോയിസ് ഞാൻ കട്ടാക്കിയിട്ടില്ല. കാരണം അത് കട്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസും അതുകൂടി മിക്സായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. പിന്നെ ഇപ്പം ബൈപ്പാസ് വന്നതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ആ മുകളിൽ നിന്ന് കാണാനുള്ളൊരു സൗകര്യം ഉണ്ടായി. പിന്നെ ക്ഷേത്രത്തിൻ്റെ കവാടം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള തിക്കും തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റഷാണ്. കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് കടന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. ഇതാണ് അവസ്ഥയുണ്ടായിരുന്നത്. എന്നാലും കുറേയൊക്കെ അങ്ങോട്ടേക്കൊന്ന് പോയി കാണാം, ക്ഷേത്രത്തിലേക്കൊന്ന് എത്താൻ നോക്കി. പക്ഷേ അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായില്ല. നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വന്നു. കാരണം അത്രയും റഷായിരുന്നു. പിന്നെന്താ, നമുക്ക് പിറ്റേ ദിവസം രാവിലെ വരെ ഇതിൻ്റെ ഉത്സവം ഉണ്ട്. പക്ഷെ ഞാൻ മുഴുവനായിട്ടൊന്നും കണ്ടില്ല. കാണാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഒരു കാഴ്ച വരുന്നൊരു സംഭവമുണ്ട്, അതും കാണേണ്ടതായിരുന്നു. പക്ഷെ അത് ഞാൻ നിന്നില്ല. കാരണം ടയേർഡായിപ്പോയി. തിരിച്ച് വീട്ടിലേക്ക് പോയാൽ മതി എന്നുള്ളൊരവസ്ഥയായിപ്പോയി. അതൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഭംഗിയുള്ള കലശങ്ങൾ, ഇതിപ്പോൾ കയറ്റിച്ചക്ക കലശങ്ങളുണ്ട്, ഇതുപോലുള്ള ഭംഗിയുള്ള കലശങ്ങളൊക്കെ വേറെയുണ്ട്. പിന്നെ ഒരു DJ ഉണ്ടായിരുന്നു. അപ്പം വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം. ഞാൻ അത്രയേ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ മുഴുവനായിട്ടിരുന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒരു DJ ഉണ്ട്, അതും അടിപൊളിയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.